തൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉറപ്പും കൂടി കംസന് ഈ 8ാമത് വന്ന കുട്ടി കൊടുത്തല്ലോ. അതോടുകൂടി കംസൻ ആകെ ഭയത്തിലേക്ക് വീണ്ടും എത്തി. കംസൻ തന്നെ അനുചരന്മാരുമായി ചർച്ച ചെയ്തു എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. കംസൻ്റെ അനുചരന്മാർ അതീവ ശക്തന്മാരാണ്. അവർ കംസനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ചില സമയത്ത് നമ്മളോട് നമ്മളെ കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ, നിനക്ക് എന്തു വന്നാലും ഞങ്ങൾ കൂടെ കാണും എന്നൊക്കെ പറയും. നല്ല കാര്യത്തിനാണെങ്കിൽ ആ പറയുന്നത് നല്ലതാണ്, മോശപ്പെട്ട കാര്യത്തിനാണെങ്കിൽ നല്ലതായിരിക്കുമോ? ഇങ്ങനൊരു ബലം കൊടുത്തു. തെറ്റ് തിരുത്താനുള്ള അവസരം കൂടി ആരില്ലാതാക്കി? കൂട്ടുകാരില്ലാതാക്കി. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കണം, ദുർജന സംസർഗം നമ്മുടെ ജീവിതത്തിൽ എന്തിനു തുല്യമായി മാറും? ദുർജന സംസർഗം ജീവിതത്തെ വിഷമയമാക്കി മാറ്റും. നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സഹവാസം എപ്പോഴും എങ്ങനെയുള്ളവരോടാവാൻ ശ്രദ്ധിക്കണം? നല്ലവരോടാവാൻ ശ്രമിക്കണം. അങ്ങനെ ആയാൽ അറിയാതെ തന്നെ അവരോടുള്ള സഹകരണം കൊണ്ട് നമ്മളിലും ആ നന്മ വന്നു ചേരും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം. നേരെ മറിച്ച് ആ കല്ല് കൊണ്ടുവന്ന് ചാണകക്കുഴിയിലോ അല്ലെങ്കിൽ വല്ല വേസ്റ്റ് കുഴിയിലോ ഇട്ടാലോ അതിന് ദുർഗന്ധം ഉണ്ടാവും. വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പം മനസ്സിലായില്ലേ, നല്ല സജ്ജനങ്ങളുമായുള്ള സഹവാസം ജീവിതത്തിലെ ഈശ്വരാനുഗ്രഹമാണ്. കംസന് അതുണ്ടായില്ല. കംസൻ ആ സമയത്ത് ഇവരോട് ആലോചിച്ച് ഇവർ പറഞ്ഞു, കംസൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ രംഗത്ത് വന്നു, ചർച്ച നടത്തിയപ്പോൾ ഇത് ആരാണ്, ഇത് എവിടെയാണ് ഈ കുഞ്ഞെന്നുള്ളത് ഉറപ്പില്ലല്ലോ. ജനിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഭൂമിയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമാണോ? ദേവകിയുടെ കുഞ്ഞ് ഭൂമിയിലുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ആർക്കറിയില്ല? കംസൻ അറിയില്ല. അപ്പോൾ ആ കണ്ടുപിടിച്ച കുഞ്ഞിനെ ഇല്ലാതാക്കി കംസനെ രക്ഷിക്കണം. ആരാണിത് ചെയ്യുന്നതെന്നുള്ള ചർച്ച നടന്നു. ഈ സമയത്ത് പൂതന രംഗത്തേക്ക് വന്നു. പൂതന രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് പൂതനയെ ഗണിക്കരുത്. പൂതന ഒരു സ്ത്രീയാണ് എന്നതിനേക്കാൾ ഉപരി അതിശക്തയായ രാക്ഷസിയാണ്. കംസനേക്കാൾ ശക്തിയുള്ളവളാണ് പൂതന. മനസ്സിലായില്ലേ? ആ പൂതന രംഗത്തേക്ക് വന്നു. കംസനെപ്പോലും ശക്തിയാക്കി നിർത്തിയിരിക്കുന്നത് പൂതനയാണ്. കാരണം ഒരു വ്യക്തി ദുർഗുണത്തിൽ നിൽക്കുമ്പോൾ, അഹങ്കാരിയായി നിൽക്കുമ്പോൾ ആ ആൾക്ക് അതിനുള്ള ശക്തി പകരുന്ന ഒരുപാട് ചെറിയ ചെറിയ ദുർഗുണങ്ങൾ അയാളിൽ ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ? ഒരാൾ അഹങ്കാരത്തിലെത്തുമ്പോൾ അയാൾക്ക് ആ അഹങ്കാരത്തിന് ബലം കൊടുക്കുന്ന അനവധി ദുർഗുണങ്ങളും കൂടി ചേർന്നിട്ടല്ലേ അയാൾ അഹങ്കാരത്തിൽ വരുന്നത്? ആണോ അല്ലയോ? പലത് ചേർന്നിട്ടാ. അപ്പോൾ കംസൻ എന്ന ഭാവത്തിന് ബലം കൊടുക്കുന്നതിൽ ഏറ്റവും ശക്തിയാണ് ആര്? പൂതന. അതുകൊണ്ടാണ് പൂതന ആദ്യം വന്നത്. ഇവിടെ കംസൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണൻ്റെ അമ്മാവനാണ് കംസൻ, കൃഷ്ണൻ വധിച്ചതാണ് കംസൻ എന്ന കംസനെ നമ്മളിവിടെ പഠിക്കരുത്. നമ്മളിവിടെ പഠിക്കേണ്ടത് കംസൻ എന്ന വാക്കും അതിൻ്റെ തത്വത്തെയുമാണ്. കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദേഹാഭിമാനമുള്ളവൻ കംസൻ. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവത്തോടു കൂടിയവൻ. ഈ ദേഹാഭിമാനം വെച്ചാൽ എന്താ? ഞാൻ ഈ ശരീരമാണ് എന്ന ആ ശരീരശക്തിയിൽ അഹങ്കരിക്കുന്നവൻ കംസൻ. അങ്ങനെയുള്ള ശരീരശക്തിയിൽ അഹങ്കരിക്കുന്നവനിലുള്ള ഓരോ ദുർഗുണങ്ങളുമാണ് ഭഗവാനെ തേടി പുറപ്പെടുന്ന അസുരന്മാരായിട്ട് കാണേണ്ടത്. അങ്ങനെ കണ്ട് ആ ദുർഗുണങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാന്റെ ലീല മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കുന്ന കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കൃഷ്ണനായി മാറുന്നത്. അല്ലാതെ നമ്മൾ ദേവകീ കൃഷ്ണനെ അല്ല ഭാഗവതത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ടത്. ഭാഗവതത്തിൽ പഠിക്കേണ്ടത് ഭാഗവത കൃഷ്ണൻ എന്നൊരു കാഴ്ചപ്പാടിലായിരിക്കണം. ദേവകീ കൃഷ്ണൻ തന്നെയാണ് ഭാഗവത കൃഷ്ണൻ. പക്ഷേ ദേവകീ കൃഷ്ണൻ എന്ന കാഴ്ചപ്പാടിന് പകരം ഭാഗവത കൃഷ്ണൻ എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. നമ്മളപ്പോൾ ചോദിക്കും, ഒരു വ്യക്തി എങ്ങനെയാണ് പലതാവുന്നത്? ഇപ്പം നമ്മളെ നാട്ടിലൊരാളുണ്ടെന്ന് വെക്കുക. അയാൾ നമ്മുടെ അയലത്ത് താമസിക്കുന്ന ആളാണ്. അയാൾ ആ വീട്ടിലെ അയാളുടെ ശൈലിയും ആ വീട്ടിലെ പെരുമാറ്റവും ആ രീതിയായിരിക്കും അയാളൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അയാളുടെ ഓഫീസിലെത്തുമ്പോൾ ആയിരിക്കുമോ? അയാളുടെ ആ ഒരു ഗൗരവം മാറും ഇല്ലേ? അയാൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല. നമ്മൾ വീട്ടിന് അയലത്തുകാരാണെന്നുള്ള നിലയിൽ അയലത്തുകാരനെ എടാ പോടാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണെന്ന് നോക്കുക. അദ്ദേഹം ആ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്നിട്ട് എടാ പോടാന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു ആ ഡ്യൂട്ടിക്ക് സ്ഥലത്ത് ആ വ്യക്തി മാറി. അതേ ആൾ തന്നെ വൈകുന്നേരത്ത് വന്ന് കളിസ്ഥലത്ത് വന്ന് കൂട്ടുകാരോടൊപ്പം ഇടപഴകുമ്പോഴോ വേറൊരു ഭാവത്തിലേക്ക് എത്തിയില്ലേ? ഇതുപോലെയാണ് ദേവകീ കൃഷ്ണൻ ഭാഗവതത്തിലൂടെ വ്യാസൻ അവതരിപ്പിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ആ വ്യാസൻ ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ? അവിടെ പരീക്ഷത്ത് എന്ന രാജാവിനെ ആത്മബോധത്തിലേക്ക് ഉയർത്താനല്ലേ ഭാഗവതം ഉപദേശിക്കുന്നത്? അതിന് പര്യാപ്തമായ കഥകൾ മാത്രമാണത്. സെലക്റ്റീവാണ് ഭാഗവതത്തിലെ കൃഷ്ണൻ്റെ കഥകൾ. എല്ലാ കഥകളും എവിടെയില്ല? ഭാഗവതത്തില്ല.
കാരണം ഭാഗവതത്തിൽ ഇപ്പോൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഉപദേശമാണ് ഗീതോപദേശം. ആ ഭഗവത്ഗീത ഉപദേശം യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ കാണാനുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? എന്താ കാര്യം? ഇവിടെ അതിന് പകരം എന്ത് ചെയ്തു? മറ്റൊരു ഗീത ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നുള്ളൂ. മറ്റൊരു ഗീതയുണ്ട് ഭാഗവതത്തിനുള്ളിൽ. ഗീത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് ഗീത. മനസ്സിലായില്ലേ? അതാണ് ഗീത. നല്ലത് പ്രത്യേക ഒരു സാധനമല്ല. ഇവിടെ മറ്റൊരു ഗീതയുണ്ട്, ഉദ്ധവ ഗീത എന്ന് പറഞ്ഞൊരു ഉദ്ധവ ഉപദേശമുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെ അർജുനന് കർത്തവ്യബോധത്തിന് വേണ്ടി ഉപദേശം കൊടുത്തു എങ്കിൽ ഉദ്ധവർക്ക് ആത്മബോധത്തിന് വേണ്ടി ഉപദേശം കൊടുത്തുന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാനെ നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഭാഗവത കൃഷ്ണനായിട്ടാണ്. ഇനി വേറൊരു കൃഷ്ണനും കൂടിയുണ്ട്. 3 തരമുണ്ട് കൃഷ്ണൻ്റെ സ്വരൂപം. ദേവകീ കൃഷ്ണൻ, ഭാഗവത കൃഷ്ണൻ, അത് കഴിഞ്ഞാൽ ഗീതാകൃഷ്ണൻ. മനസ്സിലായില്ലേ? 3 വീക്ഷണത്തിലൂടെ കൃഷ്ണനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൃഷ്ണദർശനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവകീ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? അധർമ്മികളെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജനിച്ച ഒരു ധീരനായ വ്യക്തി. ഭാഗവത കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീലകളിലൂടെ ആത്മജ്ഞാനത്തെ പകർന്നു കൊടുത്ത് ഒരു വ്യക്തിയെ പരമമായ ജ്ഞാനത്തിലേക്ക് ഉയർത്താൻ പര്യാപ്തമായത്. ഗീതാകൃഷ്ണനോ കർത്തവ്യബോധത്തിലും ധർമ്മബോധത്തിലും അധിഷ്ഠിതമായി ജീവിതം വിജയത്തിന് വേണ്ടി ഒരു വ്യക്തിയെ തയ്യാറാക്കിയ കൃഷ്ണൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 തലം വീക്ഷണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പഠനം നമ്മൾ നടത്തി നോക്കാം. വളരെ രസകരമായ പഠനമായിരിക്കും അത്. ശരി, ഇവിടെ പറഞ്ഞത് പൂതന പറഞ്ഞു, ഞാൻ റെഡി. എവിടെ? ഇവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം, ഞാൻ വധിച്ചോളാം. പൂതന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ന പൂത, അതായത് നമ്മൾ സഹസ്രനാമത്തിലൊരു വരിയുണ്ട്, പൂതാത്മാ ഭൂതഭാവന അല്ലേ? അവിടെ എന്താ ഈ പൂത എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിരിക്കുന്ന? ഭഗവാന്റെ പര്യായമായിട്ട്. സഹസ്രനാമത്തിൽ എന്തിനാ പര്യായമായിട്ട് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്? എന്തിനാ? അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനൊന്നും ചോദിക്കരുത്. ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണം? ഞങ്ങൾ വിളിച്ച് വരുത്തി ഇവിടെ ഇരുത്തി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഞങ്ങളെ കാശ് കൊണ്ടുള്ള ആഹാരമൊക്കെ തന്ന് താമസിക്കാൻ സ്ഥലവും തന്ന് അല്ലേ? എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണം അതല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചത്? മനസ്സിലാവുന്നുണ്ട്. ചില മുഖമൊക്കെ കണ്ട ഞങ്ങൾ ഈ വർഷം ഞങ്ങൾക്കുള്ള നരകയാതനയാണ് ഈ ഒരു സത്ത, ഞങ്ങൾ അനുഭവിച്ചോളൂ. അങ്ങനെയില്ലേ ചിലരിയ്ക്കുന്നത്? പറഞ്ഞിട്ടങ്ങ് പോകും. പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്, ഭഗവാനെ വിളിക്കുന്ന പരമശുദ്ധൻ. മനസ്സിലല്ലേ? ശുദ്ധാത്മാവ്. ഇവിടെ പൂത എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധം അല്ലാത്തത്. മനസ്സിലായില്ലേ? ഞാൻ വന്നപ്പോൾ അവിടെ അല്ലാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ശുദ്ധമല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ മാലിന്യത്തോട് കൂടിയാൽ. ശുദ്ധമായവളാണെങ്കിൽ ഇങ്ങനെ ഒരു ദൗത്യം ചെയ്യാൻ പോവുമോ? അല്ല, പോവില്ല. അപ്പോൾ ഇവിടെ പൂതന യഥാർത്ഥത്തിൽ ആരാന്ന് വെച്ചാൽ അജ്ഞാനം എന്ന ദുർഗുണമാണ്. ഒരു വ്യക്തി അഹങ്കാരത്തിലെത്തുമ്പോൾ ആ വ്യക്തിയിലെ ഏറ്റവും ബലിഷ്ഠമായ ദുർഗുണം ഏതായിരിക്കും? അജ്ഞാനമാണ്. അതാണ് പൂതന കംസനേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞത്. പൂതനയാണ് കംസൻ്റെ അടിത്തറ. അതുകൊണ്ട് അടിത്തറ തന്നെ ആദ്യമേ തയ്യാറായി. പൂതന പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാം. ഇനി എവിടെയാ കൃഷ്ണൻ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരൊറ്റ കാര്യം ചെയ്യാം, 10 വയസ്സിൽ താഴോട്ട് ഉള്ള മുഴുവൻ കുഞ്ഞുങ്ങളെ ഞാനങ്ങ് കൊല്ലും ഈ ഭൂമിയിലുള്ള. എന്താ ഈ 10 വയസ്സ് പറഞ്ഞത്? ദേവകിയുടെ വിവാഹം കഴിഞ്ഞ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കുട്ടികളെയും. മനസ്സിലായില്ലേ? 8 വർഷം 8 കുട്ടികളാണ് ജനിച്ചെങ്കിൽ ഇടയ്ക്ക് ചില ഗ്യാപ്പ് വരുമല്ലോ. അതും കൂടി കണക്കാക്കിക്കൊണ്ട് പൂതന പറഞ്ഞു, ഒരു 10 വയസ്സിൽ താഴോട്ട് ഈ ഭൂലോകത്തുള്ള സർവ്വ കുഞ്ഞുങ്ങളെയും ഞാൻ വധിച്ചുകൊള്ളാം. അപ്പോൾ അതിനകത്ത് എന്തായാലും ആരും പെടും? ദേവകിയുടെ കുഞ്ഞും പെടും. തിരിച്ചറിഞ്ഞില്ലേലും കുഴപ്പമില്ല. മനസ്സിലായോ? സർവ്വതിനെയും കൊന്നേക്കാം. ഇപ്പം നമ്മളൊരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു മത്സ്യക്കുഞ്ഞിനെ നമുക്ക് ആ ഒരു സെലക്റ്റീവായ ഒരു കുഞ്ഞിനെ കിട്ടണം. പക്ഷെ ആ കുഞ്ഞ് ഏതാണെന്നറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉള്ള കുഞ്ഞിനെ എല്ലാം പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? പൂതന അങ്ങനെ തയ്യാറായി. അപ്പോൾ പൂതന എത്രത്തോളം ക്രൂരയായി മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. 1 or 2 പേരെ കൊല്ലാനല്ല. ഈ പൂതന പുറപ്പെട്ടപ്പോൾ തന്നെ ഭഗവാന് മനസ്സിലായി പൂതന ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ പുറപ്പെട്ടു. താൻ കാരണം ഒരിക്കലും മറ്റൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരമ്മയ്ക്കും ഉണ്ടാവരുത് അല്ലേ? യശോദയുടെ ഒരു കുഞ്ഞിനെ എടുത്തപ്പോൾ പകരം തന്നെ കൊടുത്തു. അതേ കണക്കിനി എവിടെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെല്ലാം ഇല്ലാണ്ടായി അവിടെ എല്ലാം ചെല്ലാൻ പറ്റൂ? അതും പറ്റില്ല. അപ്പോൾ ഒരമ്മയ്ക്കും ദുഃഖമുണ്ടാവരുത്, താൻ നിമിത്തം മറ്റൊരാൾക്കും ദുഃഖമുണ്ടാവരുത്. കാരണം പൂതന വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയാൽ പൂതന അവിടുത്തെ കുഞ്ഞിനെ കൊല്ലും, തടയാൻ പറ്റില്ല. അപ്പോൾ അനവധി കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടും അജ്ഞാനത്വമാകുന്ന പൂതനയെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കേണ്ടത് കൊണ്ടും പൂതന ഭഗവാനെ തേടി വന്നതല്ല,
ഭഗവാൻ പൂതനെ ഇങ്ങോട്ട് ഞാൻ ആകർഷിച്ചു. മനസ്സുകൊണ്ട് പൂതന അറിയാതെ എവിടേക്കെത്തി? ഗോകുലത്തിലേക്ക് ഇങ്ങെത്തപ്പെട്ടു. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഒരു ലീല അങ്ങനെയാണ്. ആകർഷിച്ച് പൂതനെ അവിടെ എത്തി. അന്നേരമാണ് പൂതന നോക്കുമ്പോൾ ഒരു വലിയ ആഘോഷം നടക്കുന്നു. അപ്പം നമ്മളുമൊക്കെ ഏതെങ്കിലും സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു വലിയ ആഘോഷം നമ്മളൊന്ന് നോക്കില്ലേ അതെന്താണെന്ന്. പൂതന ശ്രദ്ധിച്ച് എന്താ ഇവിടുത്തെ ആഘോഷം? അപ്പോഴാണ് പറഞ്ഞത് നന്ദഗോപർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ഓഹോ, കുഞ്ഞ് ജനിച്ചു. താൻ എന്തിനാ ഇറങ്ങിയത്? കുഞ്ഞുങ്ങളെ കൊല്ലാനാണ്. എന്നാൽ പിന്നെ ഇത്ര ആഘോഷം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആദ്യം ഇവനെ തന്നെ തട്ടിയേക്കാം. മനസ്സിലായില്ലേ? ആദ്യം തന്നെ ഒരു നല്ല കൊലപാതകം നടത്തിയേക്കാം. കാരണം ഇത്രയും ആഘോഷം ഒരു കുഞ്ഞിൻ്റെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലുന്നതാണ് തുടക്കത്തിലൊരു തെറ്റ് ചെയ്യുന്നവനും ആദ്യം ഒരു പബ്ലിസിറ്റി കിട്ടാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലാം എന്നുള്ള നിലയിൽ പൂതന രംഗത്തേക്ക് വരും. പൂതന വരുന്നത് അതീവ സുന്ദരിയായിട്ടാണ്, സൗന്ദര്യവതിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച ആഭരണങ്ങളൊക്കെ ധരിച്ച പൂതന വരുന്ന. പൂതന എന്തിനാ ഇങ്ങനെ വരുന്നത്? കാരണം ഗോപികമാർ മാത്രമാണ് ഈ സമയത്ത് എവിടെ ഉണ്ടാകുന്നത്? ഈ കുഞ്ഞ് പ്രസവമൊക്കെ കഴിയുന്ന സ്ഥലത്ത് കൂടുതൽ അമ്മമാരായിരിക്കുമല്ലോ ആ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നത്. ഗോപികമാരാണ്. നന്ദഗോപുരൊന്നും ആ സമയത്ത് അവിടെ ഇല്ല. നന്ദഗോപുരം കംസൻ്റെ രാജധാനിയിൽ ഈ ഉപരാജാവ് എന്നുള്ള നിലയിൽ അവിടുത്തെ കരമടയ്ക്കാൻ, അന്ന് ഈ കരം എന്ന് പറഞ്ഞാൽ കപ്പം കൊടുക്കൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതിനുവേണ്ടി പോയിരിക്കുക. അപ്പോൾ ഈ ഗോപികമാരെ ഭ്രമിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? സുന്ദരിയായി വരിക എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി ആരാണെന്നല്ല ആദ്യം നോക്കുന്നത്, അവരുടെ സൗന്ദര്യമായിരിക്കും നോക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ വീക്ക്നെസ് എന്താ? വസ്ത്രവും ആഭരണവുമാണ്. ഈ രണ്ട് സ്ഥലത്തൂടെ സ്ത്രീകളെ കൊണ്ടുപോകരുതെന്നാണ് ചില അറിവുള്ളവരും അനുഭവസ്ഥരുമായ ആൾക്കാർ പറയുന്നത്. ഒരു ഗ്രന്ഥത്തിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഭാഗവത്തിലൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അനുഭവിച്ചിട്ടുള്ള ചില ആൾക്കാർ പറയുന്നത് രണ്ട് സ്ഥലങ്ങളിലൂടെ സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോയാൽ അത് അന്നത്തെ തുടങ്ങി ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എവിടേക്കാണെന്നറിയുമോ? അനുഭവമുള്ളവരുണ്ട് ഇവിടെ. സെക്രട്ടറിയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. സ്വർണ്ണക്കടയിലും തുണിക്കടയിലും. മനസ്സിലായില്ലേ? കൂടെ പോയാൽ സ്വസ്ഥതയുണ്ടാവില്ല. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. കയ്യിലിരിക്കുന്ന പൈസ ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞാൽ പറയും ചേട്ടനെ പണയം വെക്കാമെന്ന് പറയും. കാര്യം എന്താ? EMI കിട്ടുമല്ലോ ഇപ്പോൾ, പതുക്കെ അടച്ചാൽ മതി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയും ഇതൊക്കെ കണ്ട് ഭ്രമിച്ചു. പൂതന കടന്ന് മുന്നിലൂടെ പോയപ്പോൾ ഇവർ പൂതനെ ആരാന്ന് ചോദിച്ചില്ല. പൂതന പോയി നേരെ കുട്ടിയെടുത്ത് എന്ന് കുട്ടിയെ എടുത്ത് തൻ്റെ മാറോട് ചേർത്ത് ആ മാറിടത്തിൽ ചേർത്ത മുലക്കാമ്പിൽ ചേർത്ത കൊടിയ വിഷം അത് ആ കുട്ടി കുടിക്കാൻ വേണ്ടി ബലമായി ചേർത്ത് പിടിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്തുന്നത്, ഒരു മാതൃത്വം ഒരു പൂർണ്ണത നുകരുന്നത് എപ്പോഴാണ്? ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴാണ്. അതിൽ വിഷം ചേർക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം ആ വ്യക്തിയിൽ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. രൂപം കൊണ്ട് മാത്രമാണ് സ്ത്രീ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചേർത്ത് രണ്ട് കൈ കൊണ്ടും ബലമായി പിടിച്ചു. എന്തിനാ ബലമായി പിടിച്ചത്? ഒരു തരത്തിൽ പോലും ഈ കുഞ്ഞ് കുതറി മാറരുത്. ഭഗവാനാകട്ടെ തൻ്റെ പിഞ്ച് കൈ കൊണ്ട് പൂതനയെ ഒന്ന് പിടിച്ചു. കുറേ കഴിഞ്ഞ പൂതനയുടെ മുലപ്പാൽ ഊറ്റിക്കുടിച്ച് രക്തവും ഊറ്റിക്കുടിച്ച് പൂതനയ്ക്ക് വെപ്രാളം കൊണ്ടപ്പോൾ പൂതന രണ്ട് കൈ കൊണ്ടും ബലമായി വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഭീകരരൂപിണിയായ രാക്ഷസിയായി മാറി വലിച്ചെറിയാൻ ശ്രമിച്ചു. പക്ഷേ പൂതനയുടെ പിടി വിട്ടു. പൂതന വലിച്ചെറിയാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വിടാൻ പറ്റുമോ? ഭഗവാന്റെ പിടിയിൽ നിന്ന് ആർക്ക് രക്ഷയില്ല. പൂതന അവിടെ പെട്ടു. അവസാനം പൂതന ചത്ത് അലറി വെളിച്ച് കൊണ്ട് പൂതന മരിച്ചു വീണു. പൂതനയുടെ ശരീരത്തിന് മുകളിൽ ഭഗവാൻ ഇങ്ങനെ കിടന്ന് കൈകാലിട്ടടിക്കാൻ തുടങ്ങി. ഈ ശബ്ദമൊക്കെ കേട്ടപ്പോഴത്തേക്കോ ഈ ഗോപികമാരൊക്കെ അതുവരെ ഈ പോയ ആളിൻ്റെ സൗന്ദര്യവും ഇട്ട ആഭരണവും സാരിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഈ അലർച്ച കേട്ടപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. കാരണം കുഞ്ഞ് കിടന്ന സ്ഥലത്താണ് ഈ ബഹളം കേൾക്കുന്നത്. കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് നോക്കുന്ന യശോദ ഞെട്ടിപ്പോയി. ഒരു വലിയ ഭീകരിയായ രാക്ഷസി കിടക്കുന്നു. പക്ഷേ അവൾ ചത്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴൊരു സന്തോഷമായി. ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അടുത്തുള്ള എല്ലാ അമ്പലത്തിലേക്കും ആരോടി? യശോദ ഓടി. യശോദയ്ക്ക് അറിയില്ലല്ലോ ഈ ലോകം മുഴുവൻ സംരക്ഷിക്കുന്നവനാണ് തൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ആർക്കറിയില്ല? യശോദയ്ക്കറിയില്ല. യശോദ ഒരുപാട് നേർച്ചകളും ഒക്കെ നേർന്നു. അങ്ങനെ പൂതനെ ഭഗവാൻ വധിച്ചു. ഇവിടെ പൂതന മോക്ഷം എന്നാണ് പറഞ്ഞത്, വധിച്ചു എന്നല്ല പറയുന്നത്. എന്താ മോക്ഷം എന്ന്? പൂതന ഒരു പ്രാർത്ഥനയുടെ ഫലമായി വന്നു ചേർന്നവളാണ്. മനസ്സിലായില്ലേ? ദുഷ്ടയാണെങ്കിലും പൂതന ഒരു പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാന്റെ സാമീപ്യം, ഭഗവാനെ ദേഷ്യത്തിലാണെങ്കിലും ദുഷ്ടതയിലാണെങ്കിലും ഭഗവാനെ സ്പർശിക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടായി? അല്ലേ? ഭഗവാൻ നേരെ തിരിച്ച് സ്പർശിക്കുക മാത്രമല്ല പൂതനയുടെ മുലയും കൂടി കുടിച്ചുകൊണ്ടൊരു ഭാഗ്യം പൂതനയ്ക്കും കൊടുത്തു. ഇവിടെ പൂതന വാവനാവതാര സമയത്ത് വാവനമൂർത്തി ചെറിയ രൂപത്തിൽ സുന്ദര രൂപത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ മഹാബലിയുടെ കൊട്ടാരത്തിലിരുന്ന് സ്വന്തം കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ?
ആ രാക്ഷസിയായ പൂതന അന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ആലോചിച്ചു, ആഗ്രഹിച്ചു, ഇതുപോലെ ഒരു സുന്ദരനായ ഈ കുഞ്ഞിനെ തനിക്കൊന്ന് മുലയൂട്ടാനൊരു അവസരം കിട്ടിയാലോ എന്നൊന്ന് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഭഗവാൻ എവിടെ സാധിച്ചു? പൂതനയ്ക്ക് കൃഷ്ണാവതാരത്തിലൂടെ സാധിച്ചു കൊടുത്തു. ആ രാക്ഷസഭാവം ഉള്ളതുകൊണ്ടാണ് പൂതന യഥാർത്ഥത്തിൽ ഇവിടെയും രാക്ഷസിയായിട്ട് തന്നെ വന്നത്. പക്ഷേ പൂതനയുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഒരാഗ്രഹം ഇല്ലേ, ആ ആഗ്രഹം മാതൃവിശേഷമായ നിലയിലല്ലേ പൂതനയെ വധിച്ചത് അല്ലേ? അതോ കയ്യോ കാലോട്ട് ചവിട്ടി കൊല്ലി അങ്ങനെ ചെയ്തോ? ഇല്ല, മാതൃഭാവത്തിലാണ്, മുല കുടിച്ചു തന്നെയാണ് അറിയാതെ പൂതനയെ വധിക്കുന്നത്. ഇവിടെ ഈ പൂതന വരുന്ന സമയത്ത് തന്നെ ഒരുപാട് വർണ്ണനകൾ അതിലുണ്ട്. എല്ലാം അങ്ങനെ വിസ്തരിക്കാനുള്ള സമയം നമ്മുടെ ചുരുക്കമായതുകൊണ്ട്. അപ്പോൾ പൂതന വരുമ്പം ഭഗവാൻ കണ്ണുകൾ അടച്ചു എന്നൊരു ചിന്ത പറയുന്നത്, പല ചിന്തകളുടെ അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്കങ്ങ് പോവാം. ഇവിടെ എന്തിനാണ് കണ്ണടച്ചത് എന്നതിനെക്കുറിച്ച് ചില ആചാര്യശ്രേഷ്ഠന്മാർ വർണ്ണിക്കുന്നത്, ഈ പൂതനയെ കണ്ണ് തുറന്ന് നോക്കിയാൽ പൂതന ശുദ്ധമായി പോകും, ഭഗവാന്റെ നോട്ടം കിട്ടിയാൽ ശുദ്ധമാവും. അപ്പോൾ ഈ വന്ന കർമ്മം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി കണ്ണ് അടയ്ക്കാതെ ദേഷ്യത്തിൽ തന്നെ നോക്കിയാലോ പൂതന ഭസ്മമായി പോകും, അപ്പോഴും ഈ കർമ്മം നടക്കില്ല. അതുകൊണ്ട് കണ്ണടച്ചതിനാ ഇവൾ ചെയ്യാൻ വന്നത് എന്തോ അത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ആ ഒരു തലയിൽ ഭഗവാൻ കണ്ണടച്ചു എന്നൊരർത്ഥം പറയുന്നുണ്ട്. പിന്നെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരായതുകൊണ്ട് സൂര്യചന്ദ്ര കുലത്തിൽ ജനിച്ച രാമകൃഷ്ണന്മാരായി വന്ന ഭഗവാനെ വധിക്കാൻ വന്ന പൂതനയെ ഇവർക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് അവർ കണ്ണുകളടച്ച് എന്നൊക്കെ ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പൂതനയുടെ ശരീരം അവിടെ നിന്ന് മറവ് ചെയ്യുന്നത് വെട്ടിമുറിച്ചിട്ടാണ്. കാരണം ചെറിയ ശരീരമൊന്നുമല്ല, പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് വെട്ടിമുറിച്ചുകൊണ്ട് അത് മറവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സുഗന്ധമുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, ഭഗവാൻ ഒന്ന് പാല് കുടിച്ചപ്പോൾ പൂതനയിൽ നിന്ന് ഇത്രയും സുഗന്ധപൂരിതമായി പൂതനയുടെ ശരീരം മാറിയിട്ടുണ്ടെങ്കിൽ ആ യശോദയ്ക്ക് എത്ര സുഗന്ധം ഉണ്ടാവും? മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഭഗവാൻ പാല് കുടിച്ചത് യശോദനെയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി, ദേവകിക്ക് കൊടുക്കാത്ത മഹാഭാഗ്യം കൂടി ഭഗവാൻ ആർക്ക് കൊടുത്തു? യശോദയ്ക്ക് കൊടുത്തു എന്നതും നമുക്ക് പൂതനാമോക്ഷത്തിലൂടെ നമുക്ക്